നമസ്തേ, നമസ്കാരം. അപ്പം മാർക്കോ വയലൻസ് കംപ്ലീറ്റ്ലി വയലൻസ് ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന ഉണ്ണിമൂന്നര ആ ഒരു കിട്ടിക്കാച്ചിപ്പടം. തീർച്ചയായിട്ടും തിയേറ്റർ റിവ്യൂവിന് വന്നിരിക്കുകയാണ്. പ്രേക്ഷകരുടെ അഭിപ്രായം പറഞ്ഞതിന് ശേഷം വീണ്ടും തിരികെ വരാം. എങ്ങനെയുണ്ട് മാർക്കോ ചിത്രം? സൂപ്പർ. ഫുൾ എന്റർടൈൻമെന്റ് ആണോ? വയലൻസ് ആണോ? ഫുൾ വയലൻസ്. ഉണ്ണിമൂന്നന്റെ അഭിനയം സുപ്രീം സ്റ്റാർ. പ്രത്യേകതരം പ്രേക്ഷകർക്ക് മാത്രം സ്വീകരിക്കാവുന്ന ഒരു ചിത്രം. പ്രത്യേകതരം പ്രേക്ഷകർക്ക് കുറച്ച് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഫാമിലിക്ക് കാണാൻ പറ്റിയ ഫാമിലിക്കും ധൈര്യം ഉണ്ടെങ്കിൽ കാണാം. എന്തായാലും വയലൻസ് ആണല്ലേ? വയലൻസ്. അപ്പോൾ ഈ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് ധൈര്യമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്നുള്ള വാക്കാണ്. ശ്രദ്ധിക്കണേ. മാർക്കോ കലക്കി. OTT കണ്ട പടമല്ല, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് ഇത്. വ്യാജന്മാർക്കുള്ള ഒരൊറ്റ വാക്കാണ്. തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു നല്ലൊരു ചിത്രമാണ്. തീർച്ചയായിട്ടും OTT വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. പിന്നെ കേരളത്തിലെ ജോൺ വിക്ക് ഉണ്ണിമൂന്നൻ തന്നെ. വയലൻസ് ആണോ? ഫുള്ള് വയലൻസ്. കാണണം. താങ്ക് യു സോ മച്ച്. ഫാമിലിക്ക് കാണാൻ ഫാമിലി കാണാനില്ല, നമ്മളെ യൂത്ത് പിള്ളേർക്ക് മാത്രം. എന്റർടൈൻമെന്റ് ആണ്. വയലൻസ് ആണ്, ഫുള്ള് വയലൻസ്. ഉണ്ണിമൂന്നന്റെ ആക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആക്ഷൻസ് പറഞ്ഞ ഇടി മാത്രം. നിങ്ങൾ ഏത് ഫൈറ്റാ ഇഷ്ടം? ഭയങ്കര കലൈ കിങ്സിന്റെ കൊറിയോഗ്രാഫി ആൻഡ് എന്റെ കൂടെ വർക്ക് ചെയ്ത ഫൈറ്റേഴ്സ്, അവരുടെ സിങ്ക്, നല്ല ഇടിയൊക്കെ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ ഇടിപ്പടത്തിൽ നായകൻ ഫൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോണ്ടിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സിനിമ കാണാൻ ഇഷ്ടമുള്ളതാണ്. കണ്ടിട്ട് കോരി പടം നൈസാണ്, ഫുൾ വയലൻസ് ആണ്. ഫാമിലിക്ക് കാണാൻ പറ്റില്ല. ചില സീനൊക്കെ നമ്മൾ കണ്ണടച്ചു. ഇപ്പോൾ ചില സീനൊക്കെ കണ്ണടച്ചു എന്ന് പറയാൻ കാരണം ഇടിമിന്നൽ പോലെയാണ് ഫൈറ്റ് വന്നത്. അമ്മാതിരി വയലൻസ് ആണ്. അഭിനയം കുഴപ്പമില്ല, പക്ഷെ ചില ഡയലോഗൊന്നും അത്ര സെറ്റായില്ല. പക്ഷെ ഒന്നൊരു കുറെ ഡയലോഗൊക്കെ സൂപ്പർ ആയിരുന്നു. പിന്നെ ഫോറസ്റ്റിൽ വെച്ചൊരു ഫൈറ്റ് ഉണ്ട്, അതായിരുന്നു ടോപ്പ് സാധനം. അടിപൊളി പടം, ഒന്നും പറയാനില്ല. ഫൈറ്റ് ആണെങ്കിലും BGM ആണെങ്കിലും അടിപൊളി പടം. വയലൻസ് ചിത്രമാണോ? വയലൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ വയലൻസ്. മലയാളം പടത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ വയലൻസ്. 2024 അവസാനിക്കുമ്പോൾ ഉണ്ണിമൂന്നന്റെ ഒരു പക്കാ ചിത്രം എന്ന് പറയാൻ പറ്റും. ഉണ്ണിമൂന്നന്റെ ഒരു കണ്ടാക്ക് തന്നെ ഇത്. ഇതൊന്നും പറയാനില്ല, അടിപൊളി പടം. കാണണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ വയലൻസ് മാർക്കോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. കിട്ടിക്കാച്ചി പടം.